നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാഹനമോടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയതാണ് കൂടലിന് സമീപം മുറിഞ്ഞകല്ലിലെ അപകടത്തിന് കാരണമെന്ന് പോലീസും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും വ്യക്തമാക്കിയിരുന്നു. അമിത വേഗതയിലായിരുന്നു കാറെന്ന് അപകടം കഴിഞ്ഞതിന് പിന്നാലെ റിപ്പോർട്ടുകളും വന്നു. ഈ റിപ്പോർട്ടിന് ശരിവയ്ക്കുന്ന തരത്തിലാണ് അയൽക്കാരന്റെ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധയാവുന്നത്. കാർ അമിത വേഗതയിൽ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയാണ് ബിജുവെന്ന് നാട്ടുകാരൻ പറയുന്നു. താനൊരു ഡ്രൈവറാണെന്നും തനിക്ക് 110 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ 3 മണിക്കൂർ ആവശ്യമാണെന്നും എന്നാൽ ഇവർക്ക് വെറും 2 മണിക്കൂർ ധാരാളമെന്നും പറയുകയാണ് ഇയാൾ. ശനിയാഴ്ച രാത്രി 10-നാണ് മക്കളെ കൂട്ടാനായി ബിജു പോയതെന്നും തീർച്ചയായും അമിത വേഗതയിലായിരിക്കും വണ്ടി ഓടിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ബിജുവിന്റെ ഡ്രൈവിംഗ് കണ്ടീഷൻ അങ്ങനെയാണ്. പ്രത്യേകിച്ച് 4 മണി നന്നായി വിട്ടുപോരാനുള്ള അവസരമുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. മലേഷ്യയിലേക്ക് പോകാനായി നിഖിലിനെയും ആനുവിനെയും ചൊവ്വാഴ്ചയാണ് നിഖിലിന്റെ ബന്ധുവായ അമിത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. തുടർന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട അതേ കാറിൽ തന്നെയായിരുന്നു ഇവരെ വിമാനത്താവളത്തിൽ എത്തിച്ചത്. മലേഷ്യയിൽ നിന്ന് തിരികെ ഇവരെത്തുമ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാൻ അമിതിനെയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ അവസാന നിമിഷമാണ് തീരുമാനം മാറിമറിഞ്ഞത്. താനും അനുവിന്റെ പിതാവും ചേർന്ന് വിളിച്ചുകൊണ്ടുവരാമെന്ന് നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ അമിതിനെ അറിയിക്കുകയായിരുന്നു. അനുവിന്റെയും നിഖിലിന്റെ വീടുകൾ തമ്മിൽ 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നേരത്തെ അറിയാവുന്ന കുടുംബങ്ങളാണെന്നും നാട്ടുകാർ പറയുന്നു. മകളുടെയും നിഖിലിന്റെയും സൗഹൃദം പ്രണയത്തിലേക്ക് എത്തിയപ്പോൾ ബിജു തന്നെയാണ് മുൻകൈയെടുത്ത് വിവാഹം നടത്തിയത്. ഇരു വീട്ടുകാരും സഹകരിച്ച് നാട്ടുകാരെ എല്ലാം ക്ഷണിച്ച് നടത്തിയ വിവാഹമായിരുന്നു. കാർ അമിത വേഗതയിൽ വന്നിടിച്ചു എന്നാണ് തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസിന്റെ ഡ്രൈവർ സതീഷ് പറഞ്ഞത്. കാർ വരുന്നത് കണ്ട് വേഗം കുറച്ച് വർഷത്തേക്ക് വാഹനം ഒതുക്കി. പക്ഷേ കാർ ഇടിച്ചു കയറി. ബസ് സാധാരണ വേഗതയിൽ മാത്രമായിരുന്നെന്നും ഡ്രൈവർ സതീഷ് പറയുന്നു. ബസ്സിൽ ഉണ്ടായിരുന്നത് ഹൈദരാബാദ് സ്വദേശികളായ 19 തീർത്ഥാടകരും. അനു ഒഴികെ മറ്റ് 3 പേരെയും പെട്ടെന്ന് പുറത്തെത്തിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇവരുടെ വീടെത്താൻ അപകട സ്ഥലത്തുനിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിൻഭാഗത്തായിരുന്നതിനാൽ അനുവും നിഖിലും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. ബിജുവും മാത്യുവും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു എന്ന് വ്യക്തമാക്കാത്ത രീതിയിലാണ് കാർ തകർന്നത്. തല കീഴായിട്ടായിരുന്നു നിഖിൽ കിടന്നത്. അദ്ദേഹത്തിന്റെ തല മുൻവശത്തെ സീറ്റുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലും. ഇതും ഇവരെ പെട്ടെന്ന് പുറത്തെടുക്കുന്നതിന് തടസ്സമായി. ഫയർഫോഴ്സ് എത്തി കാറിന്റെ പല ഭാഗവും വെട്ടിപ്പൊളിച്ചായിരുന്നു എല്ലാവരും പുറത്തെടുത്തത്. രക്ഷാപ്രവർത്തനം ഏതാണ്ട് 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു. അപകട വിവരം അറിഞ്ഞ് ആദ്യം ആംബുലൻസ് എത്തിയത് 4:18-നാണ്. അനുവിനെയാണ് ആദ്യം പുറത്തെടുത്തത്. അനുവിനെ ആംബുലൻസ് കോന്നിയിലെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മടങ്ങി വരികയാണ് ഉണ്ടായത്. ഇപ്പോൾ മത്തായി, നിഖിൽ, ബിജു എന്നിവർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അനു മരിച്ചത്. ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തലും ആ ഭീകരത നിഴലിക്കുന്നുണ്ടായിരുന്നു. ബസ്സിനകത്തേക്ക് കാർ ഇടിച്ചു കയറി ജാമായി കിടക്കുകയായിരുന്നു. പെൺകുട്ടിക്ക് മാത്രമാണ് അനക്കമുണ്ടായിരുന്നത്. ആ കുട്ടി രക്ഷപ്പെടുമെന്ന് കരുതിയിരുന്നു. പെട്ടെന്ന് വണ്ടിയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ആംബുലൻസും വന്നതായിരുന്നു. എല്ലാ സാഹചര്യവും ഒത്തുകിട്ടിയതാണ്. പക്ഷെ ജീവൻ രക്ഷിക്കാനായില്ല. കാറിനകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ ബാക്കി 3 പേരെ പുറത്തെടുക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. ഒരാളുടെ കഴുത്ത് ഒടിഞ്ഞു കിടക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും പോലീസും വന്നെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 3 ആണുങ്ങളും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഫോൺ വന്നപ്പോഴാണ് ഇവർ അടുത്തുള്ളവരാണെന്ന് മനസ്സിലായത്. അനുവിന്റെ അമ്മയായിരുന്നു സംസാരിച്ചത്. മോളെ, നിങ്ങൾ എവിടെ എത്തി എന്നാണ് ആദ്യം ചോദിച്ചത്. ഒരു അപകടം സംഭവിച്ചു, അവരെ പത്തനംതിട്ട ആശുപത്രിയിലേക്ക് വിട്ടിട്ടുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞുവെന്നും കൂടുതലൊന്നും പറയാൻ നിന്നില്ല എന്നും പ്രദേശവാസി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.